ഹലോ. ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ. അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം. എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ സീ കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പൊ ആ 30 ദിവസം എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ അത് നാശമാക്കി കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് 7-8 വർഷമായി ഞാൻ വരുന്നു സീരിയലിന്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫ് ഡേ കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാൻ പോവും. ഞാൻ പോവാറില്ല. എനിക്ക് വിശ്വാസമുണ്ട്, കാണണം എന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പോവാറില്ല. കാരണം അവരുടെ വിശ്വാസം അന്യമതത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, സാരമില്ല. ഞാൻ പുറത്തുനിന്ന് അതിലൂടെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അമ്പലം കണ്ടാലും പ്രാർത്ഥിക്കും, ഒരു ആംബുലൻസ് പാസ് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, എന്നോടാരും നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. ജാതിയും മതത്തിലും പെട്ട ആൾക്കാരെ എല്ലാം റെസ്പെക്ട് ചെയ്യാൻ എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഒരു നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ് കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? എല്ലാ മതവും മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ കാര്യം തന്നെയല്ല, മനുഷ്യൻ നന്നായി ജീവിക്കാനും സഹജീവികളോട് സ്നേഹം കാണിച്ച് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാനല്ലേ എല്ലാ മതക്കാരും പറയുന്നത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഉള്ളവനില്ലാത്തവന് ദാനം ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, സ്നേഹിക്കുക എന്നൊക്കെ തന്നെയല്ലേ. ഇതിനിടയ്ക്ക് എന്തിനാണ് ഇത്രമാത്രം നെഗറ്റിവിറ്റി? പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ എന്റെ പൊന്നോ തുറക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിലെ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സും നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല.
പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാലയിട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. എന്തിനാണ് ഇത്? 2026 ആൾക്കാർ പല വിധത്തിലായിരിക്കും, പല വിധത്തിലുള്ള ഐഡിയോളജി ആയിരിക്കും, വിശ്വാസമായിരിക്കും. മറ്റുള്ള സംസ്കാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാരെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാരെയും സ്നേഹിക്കണം. ഇത് നമ്മുടെ ജീവിതമല്ലേ. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും ദൈവവും തമ്മിലായിക്കോട്ടെ, അത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലേ. നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം വിഷമിക്കുന്ന, കരയുന്നത് എന്തിനാ? നമുക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും തെറ്റായിട്ടാലും നല്ലത് ചെയ്താലും അത് നമുക്കല്ലേ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നേ. അതുകൊണ്ട് സ്റ്റോപ്പ് സ്പ്രെഡിങ് നെഗറ്റിവിറ്റി. ആൾക്കാർ ജീവിക്കട്ടെ, ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ലൈഫ് ജീവിക്കൂ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ, സങ്കടപ്പെടുത്താതെ നല്ല രീതിക്ക് ജീവിച്ചാൽ തന്നെ ആ ജീവിതം നല്ലതായി. ഇപ്പൊ കേരളം തന്നെ എന്തോരം കാര്യങ്ങളെയാണ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. മഹാമാരി, പ്രളയം, പിന്നെ മണ്ണിടിച്ചിൽ, അങ്ങനെ എന്തോരം ദുരന്തങ്ങളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴൊക്കെ മനുഷ്യന്മാരെ ഒറ്റക്കെട്ടായിട്ടല്ലേ നിന്നത്. രക്ഷിച്ചതും ഹെൽപ്പ് ചെയ്തതൊക്കെ ജാതി ഏതാ മതം ഏതാ നോക്കിയിട്ടാണോ? പിന്നെ എന്തിനാണ് ഒരു പൊങ്കാലി ഇടുമ്പോഴത്തേക്കും ഇത്രയും ഭൂകമ്പം എന്തിനാ? അപ്പോ ഇത് പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ അല്ലാ, ഞാൻ ആളല്ലപ്പാ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, അത് കുഴപ്പമില്ല. അത് നിങ്ങളും നിങ്ങളുടെ കർമ്മയും ആയിക്കോട്ടെ. അതും ബൂമറാങ് പോലെ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വരും. എന്തായാലും അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ, കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ്. അവർക്ക് താങ്ക് യു സോ മച്ച്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇനിയുള്ള ജനറേഷൻ എങ്ങനെയാണ്, അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കല്ലേ വേണ്ടത്. അത്രേ ഉള്ളൂ, പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു, ബൈ.